ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാനൊരു ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇതൊരു ജാപ്പനീസ് ക്യൂഷനിൽ പെട്ടൊരു തെരിയാക്കി ചിക്കൻ ഫ്രൈഡ് റൈസാണ് കേട്ടോ. നല്ലൊരു ഫ്രൈഡ് റൈസാണ്, അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നതിൽ നിന്നും ഒരു വ്യത്യസ്തമായൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതുണ്ടാക്കുന്നത് ജാപ്പനീസുകാരുടെ തെരിയാക്കി സോസ് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു ഫ്രൈഡ് റൈസ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിന് മുമ്പായി നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഞാൻ ഇവിടെ ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇന്ത്യ ഗേറ്റിൻ്റെ സെല്ല ബസ്മതി റൈസാണ് കേട്ടോ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. വൈറ്റ് ആണേ. അപ്പോൾ നമുക്ക് ഈ ഒരു റൈസ് ഒരു കഴുകി നല്ല വൃത്തിയാക്കിയിട്ട് ഒരു 10 മിനിറ്റോളം സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അതിനായി ഒരു കുടുക്കയിലേക്ക് വെള്ളം ചേർത്തിട്ട് നമ്മുടെ അരിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ ഒരു 10 മിനിറ്റിന് ശേഷം നല്ലപോലെ തന്നെ നമ്മുടെ റൈസ് ഒരുവിധം ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി ഇത് ഊറ്റി ഡ്രൈ ആക്കിയിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് തെരിയാക്കി സോസ് ഉണ്ടാക്കണം. അതിനായി ഒരു ബൗൾ എടുക്കാം. അതിലേക്ക് 1 കപ്പ് വെള്ളം, സാദാ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 സ്പൂൺ ഷുഗർ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് സോയാ സോസ് ആണ് കേട്ടോ. അപ്പോൾ ഒരു 1/2 കപ്പ് സോയാ സോസ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഡാർക്ക് സോയാ സോസ് ആണ്, അതുകൊണ്ടാണ് ഞാൻ 1/2 കപ്പ് ചേർത്തത്. ഇനി ലൈറ്റ് കളറാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 1 കപ്പ് തന്നെ ചേർത്തോളൂ. എന്നിട്ട് നല്ലപോലെ ഇതൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി ഇതിലേക്ക് ഇതുപോലെ 2 വെളുത്തുള്ളിയും ഒരു 2 കഷ്ണം ഇഞ്ചിയും ഇതുപോലെ ഒന്ന് ചതച്ചിട്ട് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 സ്പൂണ് ഹണി ചേർത്ത് കൊടുക്കാം കേട്ടോ, തേന്. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ തെരിയാക്കി സോസ് കേട്ടോ. അപ്പോൾ ഇനി അതിലേക്ക് 1 സ്പൂൺ നിറയെ കോൺഫ്ലവർ എടുക്കാം. എന്നിട്ട് അത് നല്ലപോലെ ഒന്ന് വെള്ളമൊഴിച്ചിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കാം കേട്ടോ. ഇനി നല്ലപോലെ മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള തെരിയാക്കി സോസ് ഇല്ലേ, അതിലേക്ക് ഈ ഒരു മിക്സ് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ തന്നെ മിക്സ് ആക്കി എടുക്കാം കേട്ടോ. ഇനി നമുക്കിതോടെ മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചിക്കൻ ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ ഞാൻ ഇവിടെ ചെറുതായി കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് ഉപ്പും പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് അതൊന്ന് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം കേട്ടോ. ഇനി ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനായിട്ട് ഇത്രയും വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു പാൻ വെച്ച് കൊടുക്കാം നമുക്ക്. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ആദ്യം തന്നെ നമുക്കൊരു എഗ്ഗ് ഒന്ന് ചിക്കി പൊരിച്ചെടുക്കണം. അതിനായി ഒരു മുട്ട ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ചിക്കി പൊരിച്ചെടുക്കാം കേട്ടോ. ഇനി ഈ ഒരു എഗ്ഗ് പൊരിച്ചത് റെഡി ആയതിനു ശേഷം നമുക്കിതൊന്ന് കോരി മാറ്റി വെക്കാം കേട്ടോ. അത് നമുക്ക് ലാസ്റ്റ് റൈസിലിടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കിതൊന്ന് കോരി മാറ്റി വെക്കാം. ഇനി അതേ പാനിലേക്ക് തന്നെ നമുക്കൊരല്പം ബട്ടർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് മെൽറ്റായി വരട്ടെ. അതൊന്ന് മെൽറ്റായി വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ ഇല്ലേ, അത് ചേർത്ത് കൊടുക്കാം. അത് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഇളക്കി ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് ചിക്കൻ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ചിക്കൻ ഒന്ന് ജസ്റ്റ് ഒന്ന് വെന്ത് വരണം. അതിന് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നല്ലപോലെ തന്നെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന തെരിയാക്കി സോസ് ഇല്ലേ, അതൊരു 1/4 ഭാഗം വരെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു കുറച്ച് നമുക്ക് ഇതുപോലെ മാറ്റി വെക്കാം, നമ്മുടെ റൈസിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതൊന്ന് നല്ലപോലെ തന്നെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഈ ഒരു സോസിൽ കിടന്നിട്ട് നമ്മുടെ ചിക്കൻ നല്ലപോലെ തന്നെ വെന്ത് കിട്ടണം കേട്ടോ. അപ്പോൾ ഒരു 5 മിനിറ്റിന് ശേഷം ഇത് നല്ലപോലെ തന്നെ കുറുകി കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ ഈ ഒരു ലെവലായി കിട്ടുമ്പോൾ നമുക്കിത് കോരി മാറ്റിയെടുക്കാം കേട്ടോ. ഇനി അതേ പാനിലേക്ക് തന്നെ നമുക്കൊരു അല്പം ഓയിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് സവാള നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതുകൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് കൂടി എല്ലാം കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിവിടെ 1.5 കപ്പ് റൈസാണ് കേട്ടോ വേവിച്ചെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ വെജിറ്റബിൾസ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ കൂടുതൽ എടുക്കണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഈ വെജിറ്റബിൾസിന് ആവശ്യമായ ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കാം. നമ്മൾ റൈസിലും ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു, ചിക്കനിലും ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വെജിറ്റബിൾസിന് വേണ്ടി മാത്രമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നിറയെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ തന്നെ വഴറ്റി കൊടുക്കാം.
ഇനി ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന തെരിയാക്കി സോസ് ഇല്ലേ, അത് 1 ടേബിൾ സ്പൂൺ നിറയെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഇതിന് അധികമായിട്ടും സോയാ സോസാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ. അതൊരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ. ആ ഒരു സോസ് ചേർന്ന് വരുമ്പോൾ ഈ ഒരു റൈസിന് പ്രത്യേക ടേസ്റ്റ് ആണ്. അപ്പോൾ നല്ലപോലെ തന്നെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന റൈസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ നല്ലപോലെ തന്നെ ഈ ഒരു റൈസിൽ ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ നല്ലപോലെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം പൊരിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന എഗ്ഗില്ലേ, അതുകൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. വളരെ ഈസി ആയി തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു റൈസ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ റൈസ് ഇവിടെ റെഡിയായി സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റൈസിലേക്ക് തന്നെ നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. പക്ഷെ ഞാൻ അങ്ങനെ ചേർത്ത് കൊടുക്കണില്ല കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം പ്ലേറ്റിലേക്ക് റൈസാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് അതിൻ്റെ മേലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ചിക്കൻ്റെ മിക്സാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു രീതിക്കാണ് കേട്ടോ അവർ കഴിക്കാറ്. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ നമുക്കിത് ചെയ്തെടുക്കാം. അപ്പോൾ റൈസിൻ്റെ മുകളിലേക്കായിട്ട് ആദ്യം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ചിക്കൻ്റെ മിക്സ് ഇതുപോലെ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് കഴിക്കുന്ന ടൈമിൽ നമ്മളിത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ആ ഒരു രീതിക്കാണ് കേട്ടോ അത് കഴിക്കൽ. വേണമെങ്കിൽ നമുക്ക് ചിക്കന് റൈസിൻ്റെ കൂടെ തന്നെ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു രീതിക്കാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക. അപ്പോൾ എൻ്റെ റെസിപ്പീസൊക്കെ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരയ്ക്കും ബൈ ബൈ.